Hi, hello and welcome back to my channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രോഷറ്റിൻ്റെ ബൂട്ട്സ് ആണ്. ഞാനിത് വൈറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോഫ്റ്റിയാണ്. അതിൻ്റെ സോളാണ് ബേസിക്കലി ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് 5mm ക്രോഷറ്റ് ഹുക്കാണ്. പിന്നെ ഒരു കട്ടറും വേണം. പിന്നെ ഒരു ടെപ്പിസ്ട്രി നീഡിലും വേണം. ജസ്റ്റ് സോൾ മാത്രമാണ്. ബാക്കി ബോഡി നെക്സ്റ്റ് വീഡിയോയിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എല്ലാ പ്രോജക്റ്റും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ സ്ലിപ്പ് നോട്ട് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നോക്കി നിങ്ങൾക്ക് യൂസ്ഡ് ആവാം. അതിനുശേഷം ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഈസി ആയിരിക്കും. ഇനി നമ്മൾ ചെയിൻ 9 ചെയ്യാൻ പോവാണ്. ചെയിൻ 9 കണ്ടില്ലേ, ചെയിൻ 9 ചെയ്തു. ഇനി റൗണ്ട് 1 ബിഗിൻ ചെയ്യാൻ പോകുന്ന 3 ഹാഫ് ഡബിൾ ക്രോഷറ്റ് നമ്മൾ തേർഡ് ചെയിൻ ഫ്രം ദ ഹുക്ക് ചെയ്യാം. ഹുക്കിലുള്ള ചെയിനല്ല, തേർഡ് ചെയിൻ ഫ്രം ദ ഹുക്കിലോട്ട് 3 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്യാൻ പോകണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഇൻ ഈച്ച് സ്റ്റിച്ച് ഫോർ 5 സ്റ്റിച്ച്. അടുത്ത 5 സ്റ്റിച്ച് നമ്മൾ ഓരോരോ ഹാഫ് ഡബിൾ ക്രോഷറ്റ് വെച്ച് ചെയ്യാൻ പോകും. 3 4 and 5. ഇനി നമ്മൾ അടുത്ത ലാസ്റ്റ് സ്റ്റിച്ചിലോട്ട് 6 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ ഇങ്ങനൊരു കോർണറായിട്ട് വരും. ഇനി അടുത്ത് നമ്മൾ മിറർ ഇമേജ് ചെയ്യാൻ പോകുന്ന നമ്മൾ നേരത്തെ 5 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്ത പോലെ തന്നെ ഓരോ സ്റ്റിച്ചിലും 4 ഹാഫ് ഡബിൾ ക്രോഷറ്റ് വെച്ച് 5 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്യാൻ പോകും. ഇനി ലാസ്റ്റത്തിലോട്ട് നമ്മൾ 2 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു വലിയ ഹോള് കാണുന്നില്ല, അതിലോട്ടാണ് 2 ഹാഫ് ഡബിൾ. ഈ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഈ റൗണ്ട് ഫിനിഷ് ചെയ്യാം. 2 ലൂപ്പ് കാണുന്നില്ല, അതിലോട്ടാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിരിക്കുന്നത് കണ്ടോ, ഫസ്റ്റ് റൗണ്ടാണ്. ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ടിലോട്ടാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് 2 ചെയിൻ ചെയ്യാം. പിന്നെ ഡബിൾ ക്രോഷറ്റാണ്, ഇതാണ് ഹാഫ് ഡബിൾ അല്ല, ഡബിൾ ക്രോഷറ്റ്. സെയിം സ്റ്റിച്ചിലോട്ട് ഒരു ഡബിൾ ക്രോഷറ്റ് ചെയ്യാൻ പോകുന്നു. അതിനുശേഷം അടുത്ത 2 സ്റ്റിച്ചിലും 2 ഡബിൾ ക്രോഷറ്റ്, അതായത് ഇൻക്രീസ് ആണ്, 2 ഡബിൾ
ഇനി അടുത്ത 5 സ്റ്റിച്ചും ഓരോ ഡബിൾ ക്രോഷറ്റ് വീതം ചെയ്യുകയാണ്. ക്രോഷറ്റ് ഓരോരോ ഡബിൾ ക്രോഷറ്റ്. ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ 6 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്തതിലോട്ട് ഓരോ സ്റ്റിച്ചിലോട്ടും 2 ഡബിൾ ക്രോഷറ്റ് വീതം ചെയ്യാൻ പോകുന്നു. 2 ഡബിൾ ക്രോഷറ്റിൻ്റെ നെക്സ്റ്റ് ഇനി നമ്മൾ സെയിം മിറർ ഇമേജ് ചെയ്യുന്നു. ഡബിൾ ക്രോഷറ്റിൻ്റെ നെക്സ്റ്റ് ഓൾമോസ്റ്റ് ലാസ്റ്റ് എത്താറായി. കാരണം ഡബിൾ ക്രോഷറ്റ് 2 ഡബിൾ ക്രോഷറ്റ് വരുന്ന കാണും, ഓരോ ഡബിൾ ക്രോഷറ്റ് കാണാം. ഇനി അടുത്ത് നമുക്ക് 3 സ്റ്റിച്ച് ബാക്കിയുണ്ട്. ആ 3ലോട്ടും 2 ഡബിൾ ക്രോഷറ്റ് വീതം ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യും. അങ്ങനെ നമ്മുടെ ഷൂവിൻ്റെ സോൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് തന്നെയാണ് നമ്മൾ ബേസിക്കലി എല്ലാ ഷൂസിലും ചെയ്യുന്നത്. അപ്പം ഈ ബൂട്ട്സിനും സെയിം തന്നെ. ബൂട്ട്സ് വേണമെങ്കിൽ ഡബിൾ ലെയർ ആക്കാം. നമ്മുടെ സോൾ ഇച്ചിരി കട്ടി വേണമെങ്കിൽ ഡബിൾ ലെയർ ആക്കാം. അങ്ങനെയാണ് നമ്മുടെ ഈ ഓരോ ഷൂവിനും ഫുൾ ഷൂ ഉണ്ടാക്കിയ ശേഷം ഒരു എക്സ്ട്രാ സോൾ ഉണ്ടാക്കിയിട്ട് എക്സ്ട്രാ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതിയാവും. ഇതിൻ്റെ മേലിൽ അലൈൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതിയാവും. പുറത്തൂടെ ഇങ്ങനെ വെച്ചിട്ട് ഓരോന്നും കറക്റ്റാക്കിയിട്ട് ഓരോന്നിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ബാക്കി ഷൂസായിട്ട് ഉണ്ടാക്കുന്ന പല മോഡൽസും എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് കാണിച്ചു തരാം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം.